നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രതിഷേധം അതിരുകടന്നു. വിസിയെ തടഞ്ഞുവെച്ചതിൽ 4 SFI പ്രവർത്തകർ അറസ്റ്റിൽ. പാലക്കാട് വൻ ലഹരിവേട്ട. 1 കോടിയുടെ MDMAയും കൊക്കൈനുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ 3 അംഗ സംഘം പിടിയിൽ. ഓണാഘോഷം ഇനി കൂടുതൽ കളറാക്കാം. ഓഗസ്റ്റ് 21-ന് സ്കൂൾ യൂണിഫോം വേണ്ട, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. വിജയ് സർക്കാരിലെ മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നു. ഓഡിയോ തെളിവുകൾ കൈവശമുണ്ട്. 1 വർഷത്തിന് ശേഷം പുറത്തുവിടാമെന്ന് അണ്ണാമലൈ. വാർത്തകൾ വിശദമായി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല VC ഡോക്ടർ സീസ തോമസിനെതിരായി നടന്ന ശവമഞ്ച പ്രതിഷേധത്തെ രൂക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരം പ്രാകൃത സമരമുറികൾ സംഘടിപ്പിക്കുന്നത് സംസ്കാരശൂന്യമാണെന്നും അതിരുകടന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ വൈസ് ചാൻസലർക്കെതിരെ നടന്ന പ്രതിഷേധത്തിനിടയിൽ ശവമഞ്ചൽ ഒരുക്കിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കോ ഭരണാധികാരിക്കോ എതിരെ ഇത്തരം അനാദരവും അധിക്ഷേപകരവുമായ സമരമുറകൾ സംഘടിപ്പിക്കുന്നത് സംസ്കാരശൂന്യവും പ്രാകൃതവുമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പ്രതിഷേധത്തിന്റെ പേരിൽ അതിരുകടക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ തുടർച്ചയായാണ് വ്യാഴാഴ്ച സർവകലാശാല സിൻഡിക്കേറ്റ് യോഗ സമയത്ത് ക്യാമ്പസിന്റെ പ്രവേശന കവാടത്തിൽ വിസിക്കെതിരെ പ്രതീകാത്മക വിലാപയാത്രയും ശവമഞ്ചല പ്രതിഷേധവും അരങ്ങേറിയത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും വനിതാ VCയായ ഡോക്ടർ സിസ തോമസിനെയും പേഴ്സണൽ സ്റ്റാഫുകളെയും തടഞ്ഞുവെച്ച് കയ്യേറ്റത്തിനും മാനസിക പീഡനത്തിനും ഇരയാക്കിയെന്നും കാണിച്ച് VC മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഗവർണർ എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 4 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ക്യാമ്പസുകളിൽ അതിക്രമ രാഷ്ട്രീയവും സദാചാര വിരുദ്ധമായ വ്യക്തിഹത്യയും പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് പുറമെ മുൻകാലങ്ങളിൽ പ്രിൻസിപ്പൽമാർക്ക് ശവകുടീരം നിർമ്മിച്ച സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും രംഗത്തെത്തി. എന്നാൽ VCക്കെതിരെ ശവമഞ്ചമൊരുക്കി എന്ന വാർത്തകൾ നിഷേധിച്ച് രംഗത്തെത്തിയ SFI ജില്ലാ ഭാരവാഹികൾ സർവകലാശാലയിലെ തിയേറ്റർ ലൈറ്റുകളുടെ പ്രവർത്തനം നിലച്ചതിൽ പ്രതിഷേധിച്ച് തകരാറിലായ സ്പോട്ട് ലൈറ്റുകളുടെ മരണം ചിത്രീകരിക്കാൻ അവതരിപ്പിച്ച പ്രതീകാത്മക നാടകത്തെ മാധ്യമങ്ങളും എതിരാളികളും ചേർന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന് സമർത്ഥിച്ചെങ്കിലും പോലീസ് ഈ ന്യായീകരണം തള്ളി അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ്. ഓണം ലക്ഷ്യമിട്ട് ബംഗളൂരുവിൽ നിന്ന് ഇന്നോവ കാറിൽ കടത്താൻ ശ്രമിച്ച 1 കോടിയോളം രൂപ വിപണി മൂല്യം വരുന്ന മാരക മയക്കുമരുന്നുകളുമായി സ്ത്രീയടക്കം 3 അംഗ സംഘം പാലക്കാട് ഒലവക്കോട് പിടിയിൽ. കേരളത്തിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് ഒലവക്കോട് വെച്ച് ഏകദേശം 1 കോടി രൂപ വിപണി മൂല്യം വരുന്ന 1 കിലോ MDMA, കൊക്കൈൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാംപ്സ് തുടങ്ങിയ മാരക ലഹരി വസ്തുക്കളുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ 3 അംഗത്തെ പോലീസ് സാഹസികമായി പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിസിൻ, മലപ്പുറം വേങ്ങര സ്വദേശി ഇയാളുടെ ഭാര്യയും മംഗലാപുരം എന്നിവരാണ് പോലീസിന്റെ വലയിലായത്. വരുന്ന ഓണാഘോഷ സീസൺ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ തുകയ്ക്ക് വിൽപ്പന നടത്താൻ ബാംഗ്ലൂരുവിലെ ലഹരി ശൃംഖലകളിൽ നിന്നാണ് സംഘം ഈ മയക്കുമരുന്നുകൾ ശേഖരിച്ചത്. പോലീസ് പരിശോധനകൾ ഒഴിവാക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഇന്നോവ കാറിലായിരുന്നു ഇവർ ബാംഗ്ലൂരുവിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്താൻ ശ്രമിച്ചത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കർശന പരിശോധനയുമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ലഹരിയുടെ പ്രധാന ഉറവിടത്തെക്കുറിച്ചും ഇത് വാങ്ങാനെത്തിയ ഏജന്റുമാരെക്കുറിച്ചും വിപുലമായ അന്വേഷണം നടത്തുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. ഓണാഘോഷ ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഒഴിവാക്കി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വസ്ത്രം ധരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി അനുമതി നൽകി. ഓഗസ്റ്റ് 21-ലെ 8ാം ക്ലാസ് പരീക്ഷയും മാറ്റിവെച്ചതോടെ കുട്ടികൾക്ക് തടസ്സങ്ങളില്ലാതെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാം. ഇത്തവണ സ്കൂളിലെ ഓണാഘോഷം കുട്ടികൾക്ക് കൂടുതൽ ആഘോഷമാക്കാം. ഓഗസ്റ്റ് 21-ന് നടക്കുന്ന ഓണാഘോഷത്തിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമിന് പകരം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓണാഘോഷ ദിനത്തിൽ കുട്ടികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവസരമാണ് ഇതോടെ ലഭിക്കുക. ഓഗസ്റ്റ് 21-ന് നടത്താനിരുന്ന 8ാം ക്ലാസ് പരീക്ഷയും നേരത്തെ മാറ്റിവെച്ചിരുന്നു. ഓണാഘോഷത്തിന്റെ പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിവെച്ചത്. ഓഗസ്റ്റ് 22 മുതൽ 30 വരെയാണ് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഓണാവധി. ഓണപരീക്ഷകൾ ഓഗസ്റ്റ് 13-ന് ആരംഭിച്ച് 20-ന് അവസാനിക്കും. ഓണാവധിക്ക് ശേഷം ഓഗസ്റ്റ് 31-ന് സ്കൂളുകൾ വീണ്ടും തുറക്കും.
തമിഴ്നാട് സർക്കാരിലെ ചില മന്ത്രിമാർ ടെൻഡറുകൾക്കായി കരാറുകളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നുവെന്ന ഗുരുതര ആരോപണവുമായി കെ അണ്ണാമലൈ. മുഖ്യമന്ത്രി വിജയ് ആരോപണ വിധേയനായ മന്ത്രിമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും തന്റെ കൈവശമുള്ള ഓഡിയോ തെളിവുകൾ 1 വർഷത്തിനു ശേഷം പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ചില മന്ത്രിമാർക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി കെ അണ്ണാമലൈ. സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിനായി മന്ത്രിമാർ കരാറുകളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിന് തെളിവായി ഓഡിയോ തന്റെ കൈവശമുണ്ടെന്നും ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ അണ്ണാമലൈ ആരോപിച്ചു. മുഖ്യമന്ത്രി വിജയ് അഴിമതിക്കെതിരെ നിലപാടുള്ള സത്യസന്ധനായ വ്യക്തിയാണെന്നും എന്നാൽ മന്ത്രിസഭയിലെ ചിലരുടെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണ വിധേയരായ മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അണ്ണാമലൈ ആവശ്യപ്പെട്ടു. പുതിയ സർക്കാരിനെ ഇപ്പോൾ അസ്ഥിരപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും തിരുത്തലുകൾ വരുത്താൻ 1 വർഷത്തെ സമയം നൽകുകയാണെന്നും അണ്ണാമലൈ വ്യക്തമാക്കി. എന്നാൽ 1 വർഷത്തിനു ശേഷം തന്റെ കൈവശമുള്ള തെളിവുകൾ പരസ്യമായി പുറത്തുവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം താൻ രൂപീകരിച്ച വി ദി ലീഡേഴ്സ് കൂട്ടായ്മയിൽ നിലവിൽ 20 ലക്ഷത്തോളം വോളണ്ടിയർമാരുണ്ടെന്നും അംഗസംഖ്യ 50 ലക്ഷത്തിലെത്തിയാൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞു. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ, വിദേശയാത്രകൾ, ഫോൺ കോളുകൾ എന്നിവയടക്കമുള്ള അന്വേഷണം പാതി വഴിയിൽ നിലച്ചെന്നാണ് പോലീസിനെതിരെ വരുന്ന ആരോപണം. പ്രമുഖ കോൺഗ്രസ് നേതാക്കളുമായുള്ള പ്രതികളുടെ ഫോൺ ബന്ധം പുറത്തുവരാതിരിക്കാനാണ് CDR തടയുന്നതെന്നും ആരോപണമുണ്ട്. ഇതിനിടെ കേസിൽ NCB പ്രാഥമിക പരിശോധന നടത്തി സംസ്ഥാന പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ വിശ്വസ്തർ പ്രതികളായ MDMA കേസിൽ അന്വേഷണം ഇഴയുന്നതായി ആരോപണം. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ, വിദേശയാത്രകൾ, ഫോൺ കോളുകൾ തുടങ്ങിയ നിർണായക വിവരങ്ങളിലേക്ക് അന്വേഷണം ഇതുവരെ എത്തിയിട്ടില്ല. സമഗ്ര അന്വേഷണത്തിനാദ്യം നിർദ്ദേശം നൽകിയ നോഡൽ ഓഫീസർ പുട്ട വിമലാദിത്യയെ മാറ്റിയതോടെയാണ് അന്വേഷണം നിലച്ചതെന്നും ആരോപണമുണ്ട്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും പിന്നീട് പാതി വഴിയിൽ നിലച്ചു. അതേസമയം പ്രതികളുടെ ഫോൺ കോൾ രേഖകൾ പുറത്തുപോകരുതെന്ന കർശന നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചതായും ആരോപണമുണ്ട്. ഇതിനിടെ കേന്ദ്ര നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കേസിൽ പ്രാഥമിക പരിശോധന നടത്തി. സംസ്ഥാന പോലീസിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും NCB ശേഖരിച്ചതായാണ് വിവരം. EMI തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾ ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളും മറ്റുപകരണങ്ങളും വിദൂര നിയന്ത്രണത്തിലൂടെ ഉടനടി പൂട്ടുന്നതിനെതിരെയുള്ള കർശന നിയന്ത്രണവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നോ കോസ്റ്റിംഗ് EMI അടയ്ക്കാനുള്ള ആകർഷകമായ ഓഫറുകൾ വഴി ഉപകരണങ്ങൾ വാങ്ങിയ ശേഷം തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾ ഉപഭോക്താക്കളുടെ ഉപകരണങ്ങൾ വിദൂര നിയന്ത്രണത്തിലൂടെ പൂട്ടിയിടുന്നതിനെതിരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമായ സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമാവലി പ്രകാരം വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ഉടനടി ഉപകരണങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ബാങ്കുകൾക്ക് സാധിക്കില്ലെന്ന് മാത്രമല്ല, വായ്പ നൽകി വാങ്ങിയ നിർദ്ദിഷ്ട ഉപകരണത്തിന് മേൽ മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്താവൂ എന്നും വായ്പ നൽകുന്ന സമയത്ത് ഇത്തരം ലോക്കിംഗ് വ്യവസ്ഥകൾ ഉപഭോക്താവിനെ മുൻകൂട്ടി അറിയിച്ചിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നു. തിരിച്ചടവ് മുടങ്ങിയ ആദ്യത്തെ 30 ദിവസത്തേക്ക് യാതൊരു നിയന്ത്രണങ്ങളും പാടില്ലെന്നും 30 ദിവസം പിന്നിട്ടാൽ ചില ആപ്പ് നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാമെങ്കിലും പൂർണ്ണമായ റിമോട്ട് ലോക്കിംഗ് 60 ദിവസത്തെ കുടിശ്ശികയ്ക്ക് ശേഷം മാത്രമേ അനുവദിക്കൂ എന്നും നിയമം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഉപഭോക്താവിന്റെ ജോലി തടസ്സപ്പെടുന്ന ആപ്പ് ബ്ലോക്കിങ്ങോ ഇൻകമിംഗ് കോളുകൾ, SMS, എമർജൻസി SOS സേവനങ്ങൾ എന്നിവയുടെ തടസ്സപ്പെടുത്തലോ ഒരു കാരണവശാലും പാടില്ലാത്തതും ഫോണിലുള്ള വ്യക്തിഗത ഫോട്ടോകൾ, കോണ്ടാക്റ്റുകൾ, ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതുമാണ്. കുടിശ്ശിക തുക പൂർണ്ണമായി അടച്ചു തീർത്താൽ 1 മണിക്കൂറിനകം ഫോണിന്റെ പ്രവർത്തനം പഴയപടിയാക്കേണ്ടതും വൈകുന്ന ഓരോ മണിക്കൂറും 250 രൂപ നിരക്കിൽ നഷ്ടപരിഹാരം നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരുമാണ്. ഇതോടൊപ്പം റിക്കവറി ഏജന്റുമാരുടെ ഫോൺ വിളികളും സന്ദേശങ്ങളും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമായി പരിമിതപ്പെടുത്തുകയും സോഷ്യൽ മീഡിയ വഴിയുള്ള അപമാനിക്കലോ ഭീഷണികളോ പൂർണ്ണമായും വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച് കരിയറിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണെന്ന് സൂചന നൽകി ക്രിസ്ത്യാനോ റൊണാൾഡോ. വരാനിരിക്കുന്ന സീസണിന് ശേഷം കളിക്കളത്തോട് വിട പറയാൻ സാധ്യതയുണ്ടെന്ന് 41-കാരനായ പോർച്ചുഗീസ് ഇതിഹാസം വ്യക്തമാക്കി. ഫുട്ബോൾ ആരാധകരെ ഞെട്ടിച്ച് വിരമിക്കൽ സൂചന നൽകി പോർച്ചുഗീസ് ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. വരാനിരിക്കുന്ന 2026-27 സീസൺ ഫുട്ബോളിലെ തന്റെ അവസാന സീസണാകാൻ സാധ്യതയുണ്ടെന്നാണ് 41-കാരനായ റൊണാൾഡോ വ്യക്തമാക്കിയത്. ഭാര്യ ജോർജിന റോഡ്രിഗസുമായുള്ള വിവാഹത്തിനു ശേഷം നൽകിയ അഭിമുഖത്തിലാണ് റൊണാൾഡോ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ഫുട്ബോളിൽ നിന്ന് വിട പറയുമ്പോൾ മഹത്തായൊരു പാരമ്പര്യം അവശേഷിപ്പിക്കാനാണ് ആഗ്രഹമെന്നും താരം പറഞ്ഞു. നിലവിൽ 976 ഗോളുകളാണ് താരത്തിന്റെ പേരിലുള്ളത്. സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസറിനായി കളിക്കുന്ന റൊണാൾഡോ ക്ലബ് ഫുട്ബോളിലും പോർച്ചുഗൽ ടീമിനായും നിരവധി ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്.
ലോകകപ്പ് കിരീടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പോർച്ചുഗലിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമെന്ന നിലയിൽ റൊണാൾഡോ ഇതിനകം തന്നെ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രതിഷേധം അതിരുകടന്നു. വിസിയെ തടഞ്ഞു വെച്ചതിൽ 4 SFI പ്രവർത്തകർ അറസ്റ്റിൽ. പാലക്കാട് വൻ ലഹരിവേട്ട. 1 കോടിയുടെ MDMAയും കൊക്കൈനുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ 3 അംഗ സംഘം പിടിയിൽ. ഓണാഘോഷം ഇനി കൂടുതൽ കളറാക്കാം. ഓഗസ്റ്റ് 21-ന് സ്കൂൾ യൂണിഫോം വേണ്ട, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. വിജയ് സർക്കാരിലെ മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നു. ഓഡിയോ തെളിവുകൾ കൈവശമുണ്ട്. 1 വർഷത്തിന് ശേഷം പുറത്തുവിടാമെന്ന് അണ്ണാമലൈ. ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.